ഹലോ ഗൈസ്, ആൻസർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൂണ് വെച്ചൊരു തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പറമ്പിൽ നിന്ന് കൂണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മഴയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് നമുക്ക് പറമ്പിൽ നിന്ന് കൂണ് കിട്ടിയിട്ടുണ്ട്. ഈ കൂണെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് നമ്മൾ കൂണെല്ലാം ഇതളുകളാക്കി അരിഞ്ഞെടുക്കുകയാണ്. കൂണിൻ്റെ തുമ്പൊക്കെ നമ്മൾ ചിരണ്ടി കളയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ കൂണും കാര്യങ്ങളൊക്കെ പറമ്പിൽ നിന്നും അവിടെ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചാണ് ഇന്ന് എടുത്തത്. ഇപ്പോൾ നമുക്ക് ഒരു പറമ്പിൽ നിന്ന് കിട്ടിയാണ് ഈ കൂണ്. അപ്പോൾ എല്ലാവർക്കും ഈ കൂണൊക്കെ വെച്ച് തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവർ കാണുമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പം അറിയാൻ പറ്റാത്തവരൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തോരൻ ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായ തോരനാണിത്, കൂണ് തോരൻ. അങ്ങനെ കൂണൊക്കെ നമ്മൾ അതിനായിട്ട് നമ്മൾ ഒരു വെള്ളത്തിൽ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് വെച്ച് അതിനകത്തോട്ട് നമ്മൾ കൂൺ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കുറച്ച് നേരത്തേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. നമ്മളിവിടെ സവാളയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ പച്ചമുളകും കാര്യങ്ങളും അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പാചകത്തിലോട്ട് കിടക്കുകയാണ്. ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ചീഞ്ചട്ടിയിലോട്ട്. നമ്മൾ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട ശേഷം നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തു. എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ മൂത്തൊക്കെ വരും. ഇനി നമ്മളിതിലോട്ട് സവാള പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതും ചേർത്ത് കൊടുത്തു. സവാളയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ഇളക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്തു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ലേശമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം നല്ലപോലെ വഴണ്ട് വരണം. വഴണ്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു ഭാവം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു എളുപ്പമൊരു തോരനാണ്. അങ്ങനെ നമ്മളെ സവാളയും കാര്യങ്ങളൊക്കെ നല്ലപോലെ വഴണ്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൂണ് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കൂണും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. കരിയാപ്പില ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. കുരുമുളകും പെരിഞ്ജീരകവും പൊടിച്ചത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതെല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ്. അങ്ങനെ നമ്മൾ തോരനൊക്കെ മൂടി വെച്ച് വേവിച്ചു. അങ്ങനെ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്.